നിങ്ങൾക്ക് ആർക്കെങ്കിലും മനസ്സിലായോ ഞാനിതെന്ത് സംഭവമാണ് ഈ അഴിക്കുന്നതെന്ന് മനസ്സിലായോ? ഇത് ഞാൻ ഇന്നൊരു മുളക് ചമ്മന്തി ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഇത് നമ്മുടെ പച്ചമുളകില്ലേ, പച്ചമുളക് നന്നായിട്ട് ഉപ്പൊക്കെ ഇട്ട് വാട്ടി വെയിലത്ത് വെച്ച് നന്നായിട്ട് ഉണങ്ങിയെടുത്തതാണ് കേട്ടോ. കേടൊന്നും ആയിട്ടില്ല, കുറേ നാളായി ഇതിങ്ങനെ ചെയ്ത് വെച്ചിട്ട്, കേടൊന്നും ആയിട്ടില്ല. കണ്ടോ, നല്ല രസമില്ലേ കാണാനായിട്ട്. ഇനി നമുക്ക് ഇതെടുത്തിട്ട് വറുത്ത് നമ്മൾ വറ്റൽമുളക് വെച്ചിട്ട് മുളക് ചമ്മന്തി അരയ്ക്കത്തില്ലേ, അതുപോലെ അരയ്ക്കാം കേട്ടോ. ഇനി ഞാൻ കുറച്ച് ഉള്ളി പൊളിച്ചെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ 2-3 വെളുത്തുള്ളിയുടെ അല്ലിയും കൂടെ ചേർത്തിട്ടുണ്ട് കേട്ടോ. ചട്ടി അടുപ്പിലോട്ട് വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് വെളിച്ചെണ്ണ ചൂടായി കഴിയുമ്പോഴത്തേക്കും ഈ പച്ചമുളക് ഇട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് ഒരു പാത്രത്തിൻ്റെ അകത്തോട്ട് എടുത്ത് വയ്ക്കാം ഫ്രൈ ആയി കഴിയുമ്പോൾ. അതിനുശേഷം നമുക്ക് അതിൻ്റെ അകത്തോട്ട് നമ്മൾ പൊളിച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഉള്ളിയും കൂടെ ഇട്ട് കൊടുക്കാം. ഉള്ളിയുടെ കൂടെ നമുക്ക് കുറച്ച് പുളിയും കൂടെ ചേർക്കാം കേട്ടോ, വാളംപുളി. അതോട് ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇത് തണുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് മിക്സിയുടെ ജാറിൻ്റെ അകത്തോട്ട് ഇട്ടിട്ട് അരച്ചെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ചേർക്കണം കേട്ടോ. ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉള്ളിയും പുളിയും മുളകും ഉപ്പും കൂടെ എല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചൂട് പോകുന്നതിന് മുമ്പ് മിക്സിക്കകത്തിട്ട് അരയ്ക്കൊന്നും ചെയ്യരുത് കേട്ടോ. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ട് ഇത് നമുക്ക് വേറൊരു പാത്രത്തിലോട്ട് മാറ്റാം. അപ്പോൾ നമ്മൾ ആ വറുത്ത വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് കളയാതെ വെച്ചേരാം കേട്ടോ. എന്നിട്ട് നമുക്കിതൊരു പാത്രത്തിലോട്ട് ആക്കിയതിന് ശേഷം ആ വെളിച്ചെണ്ണയും കൂടെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ വീഡിയോ. വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കാച്ചിൽ പുഴുങ്ങിയതിൻ്റെ കൂടെയോ അല്ലെങ്കിൽ ചേമ്പ് പുഴുങ്ങിയതിൻ്റെ കൂടെയോ ഒക്കെ നമുക്ക് ഈ മുളക് ചമ്മന്തി കൂട്ടാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ ബൈ.